പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷനിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചേർന്ന് പ്രവർത്തിക്കുന്ന 6 ഉപമുറികളും അവയോട് ബന്ധപ്പെട്ട നിരവധി വാതിലുകളും ഉണ്ടെന്ന് നാം ഇതിനകം കണ്ടു കഴിഞ്ഞു. ഇവിടെയാണ് യേശു പഠിപ്പിച്ച ധ്യാനത്തിൻ്റെ ശാസ്ത്രീയ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ പ്രവേശിച്ച് വാതിൽ അടയ്ക്കുക. ഇവിടെ 2 ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടത്. മുറിയിൽ പ്രവേശിക്കുക, 2 വാതിൽ അടയ്ക്കുക. ഇന്ന് നാം പഠിക്കുന്നത് പുറം ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന എക്സോറിസെപ്ഷൻ എന്ന സംവിധാനത്തിലെ ആദ്യവാതിലായ കണ്ണുകൾ അടയ്ക്കുന്നതിൻ്റെ ശാസ്ത്രീയവും ആത്മീയവുമായ പ്രസക്തിയെക്കുറിച്ചാണ്. നമ്മുടെ കണ്ണുകൾ പുറം ലോകത്തിലേക്കുള്ള പ്രധാന വാതിലുകളാണ്. പുറം ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന എക്സോറിസെപ്ഷൻ എന്ന സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ വാതിൽ കണ്ണുകളാണ്. ലോകത്തെ അറിയാനായി മനുഷ്യന്റെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കണം. പുറം ലോകത്തെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ ഉപകരണമാണ് നമ്മുടെ കണ്ണുകൾ. കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഒരു അടിസ്ഥാന ജൈവ പ്രക്രിയയാണ്. പുറം ലോകത്തിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൻ്റെ അകത്തെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റെറ്റീന എന്ന പ്രകാശ സൂക്ഷ്മ നാഡീപാളിയിൽ പതിക്കുന്നു. ഒരു ക്യാമറയിലെ സെൻസർ പോലെ റെറ്റീന പ്രവർത്തിക്കുന്നു. റെറ്റീനയിലുള്ള ഫോട്ടോ റിസപ്റ്റർ കോശങ്ങൾ റോഡ്സ് ആൻഡ് കോൺസ് ഈ പ്രകാശത്തെ ന്യൂറൽ സിഗ്നൽസ് നാഡീ സൂചനകളായി മാറ്റുന്നു. ഈ നാഡീ സൂചനകൾ ഒപ്റ്റിക് നെർവ് വഴി മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു. അവ എത്തുന്നത് വിഷ്വൽ കോർട്ടക്സ് എന്ന മസ്തിഷ്ക ഭാഗത്തേക്കാണ്. ഇത് മസ്തിഷ്കത്തിൻ്റെ പിന്നാമ്പുറമായ ഓക്സിപിറ്റൽ ലോബിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മസ്തിഷ്കം ഈ വിവരങ്ങളെ വിശകലനം ചെയ്ത് രൂപം, നിറം, ദൂരം, ചലനം ഇവയെ തിരിച്ചറിയും. അതുകൊണ്ട് കാണൽ എന്നത് കണ്ണുകളുടെ മാത്രം പ്രവർത്തനമല്ല. ഇത് കണ്ണുകൾ, നാഡീ വ്യവസ്ഥ, മസ്തിഷ്കം ചേർന്ന് നടത്തുന്ന ഒരു സംയുക്ത പ്രക്രിയയാണ്. ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി മസ്തിഷ്കം ലോകത്തിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ നിർമ്മിക്കുന്നു. അതിനാൽ ലോകത്തെ അറിയുക എന്നത് പുറത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുക, അവയെ മനസ്സിലാക്കുക എന്ന പ്രക്രിയയാണ്. നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ആദ്യത്തെ ദൗത്യം പരിണാമ ചരിത്രത്തിൽ വേഗത്തിൽ കാണാനും കൃത്യമായി തിരിച്ചറിയാനും കഴിയുന്നവർക്ക് കൂടുതൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ആദ്യത്തെ ദൗത്യം സത്യാന്വേഷണമല്ല, സർവൈവലാണ്, ജീവൻ രക്ഷിക്കുക എന്നതാണ്. കാണൽ അതിൻ്റെ പ്രധാന ഉപകരണമാണ്. ഓരോ നിമിഷവും മസ്തിഷ്കം നിശബ്ദമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതെന്താണ്? ഇത് സുരക്ഷിതമാണോ? എനിക്ക് പ്രതികരിക്കണോ? ഈ പ്രക്രിയയെ എക്സ്റ്റേണൽ കോഗ്നിറ്റീവ് എൻഗേജ്മെന്റ് എന്ന് പറയും. അതായത് പുറം ലോകത്തിലേക്ക് അഭിമുഖീകരിച്ചിരിക്കുന്ന ബോധപ്രവർത്തനം. എന്നാൽ ധ്യാനത്തിൽ നമ്മൾ കണ്ണുകൾ അടയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. ലോകത്തെ അറിയാൻ
നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കണം. എന്നാൽ ധ്യാനത്തിലേക്ക് വരുമ്പോൾ നാം എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രീയ കാരണമുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന സെൻസറി വിവരങ്ങളിൽ ഏകദേശം 70 മുതൽ 80 വരെ കാഴ്ചയിലൂടെയാണ് എത്തുന്നത്. കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ നമ്മുടെ വിഷ്വൽ കോർട്ടെക്സ് സജീവമാണ്. ചലനം ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. നിറങ്ങൾ ശ്രദ്ധ ആകർഷിക്കുന്നു. മനുഷ്യൻ ശ്രദ്ധ തിരക്കുന്നു. വസ്തുക്കൾ വിലയിരുത്തപ്പെടുന്നു. അതിനാൽ മസ്തിഷ്കം നിരന്തരം ഒരു ചക്രത്തിൽ പ്രവർത്തിക്കുന്നു. അതെങ്ങനെയാണ്? കാണുക, വിലയിരുത്തുക, പ്രതികരിക്കുക. ഇത് മനുഷ്യന്റെ സർവൈവൽ സിസ്റ്റമാണ്. അതുകൊണ്ട് കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ ബോധം നിരന്തരം പുറം ലോകവുമായി ബന്ധത്തിൽ തുടരുന്നു. കണ്ണുകൾ അടയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കണ്ണുകൾ അടയ്ക്കുമ്പോൾ കാഴ്ചയിലൂടെ വരുന്ന ഉത്തേജനം, വിഷ്വൽ സ്റ്റിമുലേഷൻ കുറയുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന വിവരഭാരം, സെൻസറി ലോഡ് കുറഞ്ഞു തുടങ്ങുന്നു. മസ്തിഷ്കത്തിന്റെ ശ്രദ്ധ പുറത്തുനിന്ന് അകത്തേക്ക് മാറുന്നു. അപ്പോൾ സജീവമാവുന്നത് ഇന്ററോസെപ്റ്റീവ് അവയർനെസ് അഥവാ അകത്തെ ബോധം. ശ്വാസം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് തുടങ്ങിയവ. ഇത് മസ്തിഷ്കത്തിൻ്റെ ഷട്ട് ഡൗൺ അല്ല, ഇതൊരു മോഡ് ഷിഫ്റ്റാണ്. പുറം ലോക ബോധത്തിൽ നിന്ന് അകത്തെ ബോധത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ധ്യാനം ആരംഭിക്കുമ്പോൾ നാം ആദ്യം ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ധ്യാനം ആരംഭിക്കുമ്പോൾ ആദ്യം അടയ്ക്കേണ്ടത് കണ്ണുകളുടെ വാതിലാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ധ്യാനത്തിൽ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ണുകൾ അടച്ചാലും മുമ്പ് കണ്ട ദൃശ്യങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കയറി വരാം. ഉദാഹരണത്തിന് മുഖങ്ങൾ, സംഭവങ്ങൾ, ആഗ്രഹങ്ങൾ, ഭയങ്ങൾ, വേദനകൾ, ഇവയെല്ലാം മെന്റൽ ഇമേജസ് ആയി വീണ്ടും ബോധത്തിൽ പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് ധ്യാനത്തിലെ യഥാർത്ഥ പോരാട്ടം പുറം ലോകത്തോടല്ല, അകത്തെ ചിത്രങ്ങളോടാണ്. നമ്മുടെ കണ്ണുകൾ അടച്ചാൽ വിഷൻ നിർത്താം, കാഴ്ച നിർത്താം. പക്ഷേ മെന്റൽ ഇമേജസ് നിർത്താൻ സാധിക്കത്തില്ല. ഇവിടെയാണ് മനസ്സിൻ്റെ അലച്ചിലിൻ്റെ പ്രധാന കാരണം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ധ്യാന സമയത്ത് മാത്രം കണ്ണുകൾ അടച്ചാൽ മനസ്സിനെ അലട്ടുന്ന ചിത്രങ്ങൾ മാറുകയില്ല. അതിന് ഒരു ജീവിത രീതി ആവശ്യമാണ്. ജീവിതത്തിലുടനീളം കണ്ണുകൾ നിയന്ത്രിതമായി അടച്ചു വയ്ക്കുന്ന ഒരു ജീവിത രീതി. ഈ ജീവിത രീതിയെ ആത്മീയ ശാസ്ത്രത്തിൽ ആവൃത്തി അഥവാ എൻക്ലോഷർ എന്ന് പറയുന്നു. എന്താണ് എൻക്ലോഷർ? 4 മതിലുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു ജീവിത രീതി. എന്നാൽ നമ്മളിൽ ആരും തന്നെ 4 മതിലുകൾക്കുള്ളിൽ അടഞ്ഞ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും യാത്ര ചെയ്യണം, പുതിയത് കാണണം, അനുഭവങ്ങൾ സമ്പാദിക്കണം. എന്നാൽ പലപ്പോഴും ഈ അതിരില്ലാത്ത ഓപ്പൺനെസ് അകത്തെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ആവൃത്തി ലോക നിഷേധമല്ല, അത് നിയന്ത്രിത ഓപ്പൺനെസ് ആണ്, ഒരു സൈക്കോളജിക്കൽ ഡിസിപ്ലിനാണ്. അതിൻ്റെ അടിസ്ഥാന തത്വം വളരെ ലളിതമാണ്. അലച്ചിൽ കുറയ്ക്കുക, അനാവശ്യ ഇടപെടൽ കുറയ്ക്കുക, ഉള്ളിലെ ശുദ്ധീകരണത്തിന് അവസരം നൽകുക, അഥവാ ലെസ് വാണ്ടറിങ്, ലെസ് ഇൻവോൾവ്മെന്റ്.
ഇന്നർ ക്ലെൻസിങ്. ഈ ആവൃത്തിയുടെ രൂപം ഓരോ ജീവിത രീതിയിലും വ്യത്യസ്തമാണ്. നമുക്ക് സന്യാസ ജീവിതം എടുത്തു നോക്കാം. സന്യാസ ജീവിതത്തിൽ 4 മതിലുകൾക്കുള്ളിലെ ജീവിതം തന്നെ ഒരു ആത്മീയ മാർഗമാണ്. ക്രിസ്തീയ സന്യാസ ചരിത്രത്തിൽ 12ാം നൂറ്റാണ്ട് വരെ സന്യാസം പ്രധാനമായും അറയ്ക്കുള്ളിലെ ജീവിതം സെൽഫ് സെന്റേഡ് ആയിരുന്നു. അറയ്ക്ക് പുറത്ത് അലഞ്ഞു നടക്കുന്നത് ആത്മീയ ജീവിതത്തിന് അപകടകരമാണെന്നാണ് അവർ കരുതിയിരുന്നത്. ലോയിറ്ററിംഗ് അറൌണ്ട് ദ സെൽ വാസ് കൺസിഡേർഡ് ആസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. സെൽ ഷേപ്സ് ദ മങ്ക് ആൻഡ് ദ നൺ. അഥവാ അറയാണ് സന്യാസിയെ രൂപപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, ഈ ധാരണ, ആവൃത്തിയിലുള്ള ജീവിതം, അതിന് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത് ക്രൈസ്തവ ദർശനത്തിൽ സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയാണ്. അദ്ദേഹം പറഞ്ഞു, ക്യാരി ദ സെൽ വേർ എവർ യു ഗോ. അതായത് അറ എന്നത് ഒരു ഭൗതിക മതിൽ മാത്രമല്ല. നീ എവിടെയായിരുന്നാലും നിന്റെ ഉള്ളിൽ ഒരു ആത്മീയ ആവൃത്തി ഉണ്ടായിരിക്കണം. കുടുംബജീവിതത്തിൽ ആവൃത്തിക്ക് പ്രസക്തിയുണ്ടോ? പ്രസക്തിയുണ്ട്. കുടുംബജീവിതത്തിൽ എന്താണ് ആവൃത്തി? അത് 4 മതിലുകൾക്കുള്ളിൽ അടഞ്ഞു ജീവിക്കുക എന്നതല്ല. കുടുംബജീവിതത്തിൽ അതിൻ്റെ അർത്ഥം ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വാസ്യത. കണ്ണുകൾ തുറന്നിരിക്കാം, പക്ഷേ മനസ്സ് അനവധി ദിശകളിലേക്കും അനവധി വ്യക്തികളിലേക്കും തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകും. അതിനാൽ കുടുംബജീവിതത്തിലെ ആവൃത്തി, ബന്ധത്തിൻ്റെ വിശുദ്ധ പരിധി, ശ്രദ്ധയുടെ നൈതിക നിയന്ത്രണം, ഇമോഷണൽ ഫിഡിലിറ്റി, ഇവയെ സംരക്ഷിക്കുന്ന ജീവിത ശൈലിയാണ്. ചുരുക്കി പറഞ്ഞാൽ, അന്യന്റെ ഭാര്യയെയോ ഭർത്താവിനെയോ മോഹിക്കരുത്. അതാണ് കുടുംബജീവിതത്തിലെ ആവൃത്തി അഥവാ കണ്ണ് അടയ്ക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഒരു പ്രധാന സത്യം നമുക്ക് മനസ്സിലാക്കാം. ലോകത്തെ അറിയാൻ നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കണം. എന്നാൽ സ്വയം അറിയാനും സമാധാനത്തോടെ ജീവിക്കാനും എല്ലാത്തിലുപരി ദൈവത്തെ അനുഭവിക്കാനും നമ്മുടെ കണ്ണുകൾ അടയ്ക്കണം. ഇതൊരു വിരോധാഭാസമല്ല, വൈരുദ്ധ്യമല്ല. ഇത് അറിവിൻ്റെ ദിശയിലെ വ്യത്യാസമാണ്. ലോകജ്ഞാനം ഓബ്ജക്റ്റ് സെൻറ്റേഡ് ആണ്, എന്നാൽ ദൈവാനുഭവം അവയർനെസ് സെൻറ്റേഡ് ആണ്. ഇവിടെ പ്രശ്നം ലോകമല്ല, പ്രശ്നം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രോസസ്സിംഗ് മോഡാണ്. കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ സാധാരണയായി സജീവമാകുന്നത് സർവൈവൽ പ്രോസസ്സിംഗ്, അതായത് താരതമ്യം, വിലയിരുത്തൽ, പ്രതികരണം. പക്ഷേ ദൈവാനുഭവം ഒരു സെൻസറി ഓബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഓബ്ജക്റ്റ് ഡിറ്റക്ഷൻ മോഡ് ശാന്തമാക്കണം. അതിന് നമ്മുടെ കണ്ണുകൾ അടയ്ക്കണം. അപ്പോൾ നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതക് അടയ്ക്കുക. എങ്ങനെയാണ് നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക? ആത്യന്തികമായി അതൊരു ജീവിത രീതിയാണ്. സ്നേഹമുള്ളവരെ, കുറച്ച് സമയം നമുക്ക് ശാന്തമായിരിക്കാം. ശാന്തമായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. യേശു പഠിപ്പിച്ച ധ്യാന പാഠം നമുക്ക് ഒന്ന് ഓർക്കാം. വാതിൽ അടയ്ക്കുക. ഈ വാതിൽ ലോകനിഷേധമല്ല, ഇതൊരു സെൻസറി വിഡ്രോവലാണ്.
നമ്മുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ലോകം അപ്രത്യക്ഷമാകുന്നില്ല. പക്ഷെ പുറത്തുനിന്നുള്ള ഉത്തേജനങ്ങൾ നയിക്കുന്ന നമ്മുടെ ശ്രദ്ധ മൃദുവായി ശാന്തമാകുന്നു. ആ ശാന്തതയിൽ ബോധം ആദ്യമായി സ്വയം കേൾക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പ്രാർത്ഥന, ധ്യാനം വാക്കുകളിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക് മാറുന്നു. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. കണ്ണുകൾ തുറക്കുന്നത് അറിവിലേക്കുള്ള വഴി, കണ്ണുകൾ അടയ്ക്കുന്നത് ബോധത്തിലേക്കുള്ള വഴി. ലോകത്തെ അറിയാൻ ഇന്ദ്രിയങ്ങളുടെ വ്യക്തത ആവശ്യമാണ്. എന്നാൽ സ്വയം അറിയാൻ ശ്രദ്ധയുടെ നിശ്ചലത ആവശ്യമാണ്. കണ്ണുകൾ അടയ്ക്കൽ ലോകത്തിൽ നിന്ന് പിന്മാറ്റമല്ല, അത് അറിവിൻ്റെ ദിശ അതിൻ്റെ ഉറവിടത്തിലേക്ക് തിരിയുന്ന നിമിഷമാണ്. അവിടെയാണ് ധ്യാനം ആരംഭിക്കുന്നത്. അവിടെയാണ് ബോധം സ്വയം തിരിച്ചറിയാൻ തുടങ്ങുന്നത്. സ്നേഹമുള്ളവരെ, കുറച്ച് നിമിഷങ്ങൾ ഈ നിശബ്ദതയെ നമുക്ക് അനുഭവിക്കാം. സാവധാനത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കാം. അടുത്ത ഭാഗത്തിൽ അടുത്ത വാതിലും അതിൻ്റെ അടയ്ക്കലിൻ്റെ ആത്മീയ പ്രസക്തിയും നമുക്ക് പഠിക്കാം. നന്ദി.